ഹായ്, ഞാൻ ഡോക്ടർ മരിയം വിൽസൺ, ദന്തവിഭാഗ ഡോക്ടറാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പല്ലുവേദന അനുഭവിക്കാത്തവർ വളരെ കുറവായിരിക്കും. പലർക്കും പല രീതിയിലാണ് പല്ലുവേദന അനുഭവപ്പെടുന്നത്. ചിലർക്ക് ചൂടോ തണുപ്പോ ഉള്ള ആഹാരം കഴിക്കുമ്പോൾ, മറ്റു ചിലർക്ക് ഇടവിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി തന്നെ പല്ലുവേദന കണ്ടുവരാറുണ്ട്. ഇന്നപ്പോൾ കോസ്റ്റൽ ഡയറീസിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പല്ലുവേദന എന്തൊക്കെ സാഹചര്യങ്ങളിൽ വരുമെന്നും അതിനെങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുമാണ്. ഒരു കാരണം പല്ലിൽ കേട് വരുമ്പോഴാണ് പല്ലുവേദന അനുഭവപ്പെടുന്നത്. പല്ലിൽ പ്രധാനമായും 3 ലെയറാണുള്ളത്. പുറമേ കാണുന്ന ഇനാമൽ, നടുക്കുള്ള ഡെന്റിൻ, ഏറ്റവും അടിയിൽ ജീവനുള്ള ലെയറായ പൾപ്പ്. ഇതിൽ ഇനാമലിലാണ് കേട് ബാധിച്ചിരിക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് ഒരു കറുപ്പ് നിറം കാണും. വേദന പൊതുവെ അനുഭവപ്പെടാറില്ല. ഇതിൽ നിന്നിറങ്ങി ഡെന്റിനിലോട്ട് ആ കേട് വരുവാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു പുളിപ്പ് അനുഭവപ്പെടുന്നതാണ്. ഇതിൽ ഏറ്റവും അടിയിലത്തെ ലെയറായ പൾപ്പിലോട്ടാണ് ആ കേടിറങ്ങുന്നതെങ്കിൽ അസഹ്യമായ വേദന അനുഭവപ്പെടും. മോണവീക്കവും ഇൻഫെക്ഷനും കാണപ്പെടും. അടുത്ത ഒരു കാരണം പല്ലുവേദനയ്ക്ക് എന്നുള്ളത് മോണരോഗങ്ങളാണ്. ഡയബറ്റിസ്, പുകവലി എന്നീ കാരണങ്ങൾ കൊണ്ട് മോണരോഗങ്ങൾ ഉണ്ടാകാം. മോണയ്ക്ക് വീക്കം അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ അവിടെ ചോര വരുന്നത്, ഇതെല്ലാം മോണരോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. മോണ ഇറങ്ങിപ്പോവുകയും ആ ഭാഗത്ത് പല്ലിന് കേടുവരികയും അവിടെ ബലക്ഷയം കാണപ്പെടുകയും ചെയ്യുമ്പോൾ പല്ലുവേദന അനുഭവപ്പെടാം. അണപ്പല്ല് വരുമ്പോൾ പല്ലുവേദന കാണപ്പെടാറുണ്ട്. പൊതുവെ 18 വയസ്സിന് ശേഷമാണ് അണപ്പല്ല് വരുന്നത്. അണപ്പല്ല് ഇറങ്ങി വരാനായി നിൽക്കുമ്പോൾ ആ ഭാഗത്ത് പല്ലിന് വരാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ അതിന്റെ പ്രഷർ മൂലവും പല്ലുവേദന അനുഭവപ്പെടാം. ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പല്ലുകളെ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടിയോ നമ്മുടെ പല്ലുകളിൽ പുറമേ കറുപ്പ് നിറത്തിൽ കേടുകൾ കാണപ്പെടുന്നുണ്ടോ നമുക്ക് നോക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ പോയി ആ കേടുകൾ നമുക്ക് ഫിൽ ചെയ്ത് മാറ്റാവുന്നതാണ്. ഏറ്റവും അടിയിലുള്ള ആ ജീവനുള്ള ലെയറിലേക്ക് കേടിറങ്ങി പല്ലിന് അസഹ്യമായ വേദന അനുഭവപ്പെടുവാണെങ്കിൽ നമുക്ക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അവിടെ മെഡിസിൻ ഫിൽ ചെയ്ത് പുറമേ ഒരു ക്യാപ്പ് വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദന സംഹാരികൾ ഒരു ശാശ്വത പരിഹാരം മാത്രമാണ്. പല്ലുവേദന വരുമ്പോൾ ഉടൻ തന്നെ വേദന സംഹാരികൾ എടുക്കാതെ അതിനുള്ള ക്രമമായുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. ഈ പൗഡർ ഉപയോഗിച്ച് നമ്മുടെ മോണയിൽ 2 മിനിറ്റ് നേരം മസാജ് ചെയ്ത ഒരു പരിധിവരെ മോണരോഗം തടയാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും.